മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. ബിജെപി സിപിഐഎം വോട്ട് ധാരണ, യുഡിഎഫ് വിജയമുറപ്പെന്ന് NK പ്രേമചന്ദ്രൻ. ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ബിജെപിയും തമ്മിലുള്ള അപ്രഖ്യാപിതവും അലിഖിതവും അവിശുദ്ധിയുമായ ഒരു രാഷ്ട്രീയ ധാരണ രൂപപ്പെട്ടു കഴിഞ്ഞുവെന്ന് കൊല്ലം MP NK പ്രേമചന്ദ്രൻ വ്യക്തമാക്കി. വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ട ധാരണ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടപ്പിൽ വരുത്തുകയും ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായ രീതിയിൽ അത് നടപ്പിൽ വരുത്തുവാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും NK പ്രേമചന്ദ്രൻ MP വ്യക്തമാക്കി. കേരളത്തിൽ 18ഓളം സീറ്റുകളാണ് ഇത് സംബന്ധിച്ച് ധാരണയിലായിട്ടുള്ളതെന്നാണ് ലഭിക്കുന്നത് വിവരങ്ങൾ. ബിജെപി ദുർബലമായ സ്ഥലങ്ങളിലും CPM-ന് ജയസാധ്യതയില്ലാത്ത സ്ഥലങ്ങളിലും ആയിരിക്കും പരസ്പരം വോട്ട് കൈമാറ്റം നടത്താൻ ബിജെപിയും CPIM-ഉം തീരുമാനിച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ നവംബർ മാസം 9-ാം തീയതി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ ഡൽഹിയിൽ ചേർന്ന ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച ധാരണയിൽ എത്തിയിരിക്കുന്നത്. ബിജെപി കേരളത്തിലെ NDA-യിലെ ഘടക കക്ഷികൾക്ക് നൽകിയിരിക്കുന്ന സീറ്റുകളുടെ എണ്ണവും അവ നൽകിയിരിക്കുന്ന നിയോജക മണ്ഡലങ്ങളും പരിശോധിച്ചാൽ ഇത് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് NK പ്രേമചന്ദ്രൻ MP വ്യക്തമാക്കി. നീക്കുപോക്കിന്റെ ഭാഗമായി ഈ നിയോജക മണ്ഡലങ്ങളിൽ താമര ചിഹ്നത്തിൽ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാതെ 2020 BDJS, ശിവസേന, ധീവരസഭ തുടങ്ങിയ ഘടക കക്ഷികൾക്ക് നൽകിയത് ഈ ചർച്ചയിൽ ഉണ്ടായ തീരുമാനത്തിന്റെ ഭാഗമാണെന്നും NK പ്രേമചന്ദ്രൻ MP വ്യക്തമാക്കി. കൊല്ലം ഉൾപ്പെടെയുള്ള വിവിധ സ്ഥലങ്ങളിൽ ഇതിന്റെ ഉദാഹരണങ്ങളുണ്ടെന്നും ആ നീക്കുപോക്കിലൂടെ കൊടുക്കൽ വാങ്ങൽ നടത്താൻ ശ്രമിക്കുന്ന CPIM-ന്റെയും BJP-യും UDF അതിജീവിക്കുമെന്നും കേരളത്തിൽ വിജയത്തിൽ കുറഞ്ഞത് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നും NK പ്രേമചന്ദ്രൻ MP പറഞ്ഞു. 3 വാചക അപ്രഖ്യാപിതവും അലിഖിതവും അവിശുദ്ധവുമായ ഒരു രാഷ്ട്രീയ ധാരണ കേരളത്തിൽ BJP-യും CPM-ഉമായി രൂപപ്പെട്ടിട്ട് എത്രയോ വർഷങ്ങളായി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് വർക്കൗട്ട് ചെയ്തു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് വർക്കൗട്ട് ചെയ്തു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ ഏതാണ്ട് ഒരു 18 സീറ്റുകൾ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതിലൊരു നീക്കുപോക്ക് അതൊന്നും പ്രത്യക്ഷത്തിൽ വരുന്ന വിഷയമേ അല്ല. കാരണം BJP ദുർബലമായിട്ടുള്ള സ്ഥലങ്ങളിൽ ചെറിയൊരു വോട്ട് കൈമാറ്റം നടത്തുക, CPM-ന് ജയസാധ്യത ഒട്ടുമില്ലാത്ത സ്ഥലങ്ങളിൽ BJP-ക്ക് സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഒരു നീക്കുപോക്ക് നടത്തുക എന്നുള്ളത് ഞാൻ ആധികാരികമായി പറയുന്നു. നവംബർ മാസം 9-ാം തീയതി കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷായും കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും തമ്മിൽ ഡൽഹിയിൽ വെച്ച് നടന്ന ചർച്ച. ന്യൂസ് ബ്യൂറോ, കൊല്ലം.